ശശികല ടീച്ചർ മറ്റൊരു വിഷയത്തിൽ കൂടി ഒന്ന് നേരിട്ട് വന്നാൽ, ഈ ഉദയാസ്തമയ പൂജ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തണമെന്ന് എന്താണ് ഇത്ര വാശി എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ്. നിങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു കാര്യത്തിനാണ് മറുപടി പറയേണ്ടത്. നിങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തോട് മറുപടി പറയേണ്ട, നിങ്ങൾ ജനൻ ടിവിയോട് മറുപടി പറയേണ്ട, അവിടെ വന്ന റിപ്പോർട്ടറോട് നിങ്ങൾ മറുപടി പറയേണ്ട, ടീച്ചറോടും ഗുരുമൂർത്തിയോടും ഈ ഇരിക്കുന്ന ജയരാജ് സാറിനോടും മറുപടി പറയേണ്ട. നിങ്ങൾ അവിടെ കയറിയിറങ്ങുന്ന 10,000-കണക്കിന് വിശ്വാസികളോട് എന്ത് മറുപടി പറയും? ഗുരുവായൂർ ദിനത്തിൽ ഏകാദശി തൊഴാൻ വന്ന് അവിടെ ഉദയാസ്തമയ പൂജ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടച്ചിടും. അതുകൊണ്ട് അവിടേക്ക് ഭക്തജന പ്രവാഹം ഉണ്ടാകില്ല. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ അവിടെ കയറി ആയിരക്കണക്കിന് രൂപ അവിടെ നിക്ഷേപിക്കില്ല. ഇതാണോ നിങ്ങളുടെ ആശങ്ക? നേരിട്ട് തുറന്ന് പറയണം, നേരിട്ട് ചോദിക്കാണ്. ശശികല ടീച്ചർ എന്തുമാവാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണോ? ആചാരങ്ങൾ എടുത്തിട്ട് അമ്മാനമാടുകയാണോ? തീർച്ചയായും ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തേണ്ടുന്ന ഉദയാസ്തമന പൂജ അത് തുലാമാസ ഏകാദശിക്ക് കൊണ്ടുപോയി നടത്തിയത് ഇവിടുത്തെ തന്ത്രിയുടെ പോലും തീരുമാനത്തിനെതിരാണ്. ഒരു ക്ഷേത്രത്തിലെ ആചാരകാര്യങ്ങളിൽ അവസാന വാക്ക് പറയേണ്ടത് തന്ത്രിയാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി പോലും നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബഹുമാനപ്പെട്ട തന്ത്രിയുടെ പോലും വാക്കുകൾ കേൾക്കാതെയാണ് ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ മാറ്റിയത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ നമ്മളോട് ആരോടും ഉത്തരം പറയണ്ട, ഇനി ഒരുപക്ഷെ ഭക്തരോടും ഉത്തരം പറയണ്ട. പക്ഷേ അകത്തിരിക്കുന്ന കണ്ണനുണ്ടല്ലോ, അകത്തിരിക്കുന്ന ഗുരുവായൂരപ്പനുണ്ടല്ലോ, ആ ഗുരുവായൂരപ്പൻ്റെ ഹിതമെങ്കിലും നോക്കിയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇത്ര ആചാരങ്ങൾക്ക് ഇത്രയും മഹിമയുള്ളൊരു ക്ഷേത്രം അത് ഭാരതത്തിലുണ്ടോ എന്ന് സംശയമാണ്. ഗുരുവായൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വിഷ്ണു ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് നമുക്കറിയാം, പക്ഷെ ഗുരുവായൂരപ്പനെ ഇത്രയും ആളുകൾ ഭയഭക്തിയോടുകൂടി എന്ത് തിരക്കാണെങ്കിലും ഓടി വരുന്നത് ഗുരുവായൂർ ആചാര നിഷ്ഠകൾ അത്രമാത്രം കർശനമാണ്. അത് മാറ്റങ്ങളില്ലാതെ തുടരുന്നു എന്നതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ പ്രത്യേകത പോലുമാണ് ഇപ്പോൾ അതിനെ നോക്കി നടത്തേണ്ടവർ ലംഘിച്ചിരിക്കുന്നത്. തന്ത്രി കുടുംബം പറഞ്ഞു, അത് അവർ കോടതിയിൽ വരെ ആ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ. തന്ത്രിമാരെ ഇപ്പോൾ ഇത് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആകട്ടെ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്ത്രിമാരെ കോടതിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. ക്ഷേത്രമൂർത്തിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രിമാരാണ്. ശബരിമല വിഷയത്തിൽ നമുക്കറിയാം, ആചാര ലംഘനം നടത്താൻ വേണ്ടി യുവതീ പ്രവേശനത്തിന് കോപ്പ് കൂട്ടിയപ്പോൾ അവിടെയും ശത്രുപക്ഷത്ത് നിർത്തിയത് തന്ത്രിവര്യന്മാരെയാണ്. അവർ കോടതി കയറേണ്ടി വന്നു. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിലെ ആചാരം പാലിക്കാൻ വേണ്ടി ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ആ നടത്തേണ്ടത് ഉദയാസ്തമന പൂജ, അന്ന് തന്നെ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി കുടുംബത്തിന് കോടതി കയറേണ്ട ഒരു ദുര്യോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്ത്രി കുടുംബം പറഞ്ഞു, ജ്യോതിഷികൾ ഒന്നടങ്കം പറഞ്ഞു, ഭക്തജനങ്ങൾ പറഞ്ഞു, ഇനി ഇവർക്ക് ആരുടെ വാക്കാണ് കേൾക്കേണ്ടത്? പാർട്ടി ഓഫീസിലെ വാക്കോ? AKG സെൻറ്ററിൽ നിന്നാണോ ഗുരുവായൂരത്തെയും ശബരിമലയിലെയൊക്കെ ആചാരങ്ങൾ നിശ്ചയിക്കേണ്ടത്? 2018 നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് AKG സെൻറ്ററിൽ നിന്നായിരുന്നു നിർദ്ദേശം കിട്ടിയിരുന്നത്, എങ്ങനെയൊക്കെ യുവതികളെ കയറ്റണം എന്നുള്ളത്, എങ്ങനെയൊക്കെ അയ്യപ്പ ഭക്തരുടെ മനസ്സ് തകർക്കണം എന്നുള്ളത്. അതേ അവസ്ഥ ഇപ്പോൾ ഗുരുവായൂരിൽ സംജാതമായിരിക്കുകയാണ്. കാരണം ഗുരുവായൂർ ആചാര നിബദ്ധമായ ആചാരങ്ങൾക്ക് പ്രസിദ്ധിയാർന്ന ആ ഗുരുവായൂർ ഇത്തരത്തിലൊരിക്കലും ചെയ്യാൻ പാടില്ല. ഗുരുവായൂർ ഏകാദശി വരുന്നേ ഉള്ളൂ. ഗുരുവായൂർ ഏകാദശി ദിവസം നിങ്ങൾ തുലാമാസ ഏകാദശിക്ക് ഉദയാസ്തമന പൂജ നടത്തിയതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഗുരുവായൂർ ഏകാദശി ദിവസം അവിടെ നടന്നിരുന്ന ഉദയാസ്തമന പൂജ നടക്കണം, അത് ഉറപ്പാണ്. അവിടെ നട അടയ്ക്കുമെന്നും തുറക്കുമെന്നും അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ഭക്തർ വരുന്നത്. അപ്പോൾ ഭക്തർക്ക് കൂടുതൽ ഭക്തർ എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ ഇപ്പോൾ അവിടെ നടയ്ക്ക് മുന്നിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ അവിടെ നിർത്തി ഏതെങ്കിലും മൈതാനത്ത് കൊണ്ടുവയ്ക്കാൻ പോകും ഇവർ നാളെ? കാരണം കൂടുതൽ ആളുകൾക്ക് വരാനും പൈസ ഇടാനും ഒക്കെ സൗകര്യം അതാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, തൃശ്ശൂർ തേക്കങ്കാട് മൈതാനത്തോ അതും അല്ലെങ്കിൽ മാനാഞ്ചിറ മൈതാനത്തോ ഗുരുവായൂരപ്പനെ കൊണ്ടുവയ്ക്കാം എന്ന് നാളെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റും. അല്ലെങ്കിൽ ചാവക്കാട് കടപ്പുറത്തോ ഇപ്പോൾ ഗുരുവായൂരപ്പനെ കൊണ്ടുവയ്ക്കാം. കാരണം ശ്രീലകത്തിൻ്റെ മുന്നിൽ സ്ഥലം വളരെ കുറവാണ്. ഒന്നോ രണ്ടോ ആളുകൾക്ക് തിക്കി തിരക്കി അതിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ദർശനം വേണ്ട എന്ന് കരുതുമോ? അപ്പോൾ ഇത് ഉള്ള ശബരിമലയിലൊക്കെ പരിമിതികളെ പെടുന്നു. ഈ പരിമിതികൾക്കുള്ളിൽ വെച്ചുകൊണ്ട് ഭക്തർക്ക് പരമാവധി എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും, അതിനെപ്പറ്റിയല്ലേ ചിന്തിക്കും. ഒന്ന് ശബരിമലയിലാണെങ്കിൽ ഭക്തർ വരണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നു, ഭക്തരെ എങ്ങനെ കുറയ്ക്കാമെന്ന് തീരുമാനിക്കുന്നു. ഗുരുവായൂരാണെങ്കിൽ ആചാരം തന്നെ, ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി ദിവസം കൂടുതൽ ആളുകളെ തൊഴിയിക്കാൻ വേണ്ടി ഉദയാസ്തമന പൂജ തന്നെ വേണ്ട എന്ന് വെക്കുന്നു, അത് മറ്റൊരു ദിവസം നടത്തുന്നു. അപ്പോൾ അവിടെ എഴുതി വെക്കപ്പെട്ട, കൃത്യമായി നിർദ്ദേശിക്കപ്പെട്ട, നിഷ്കർഷിക്കപ്പെട്ട ആചാരങ്ങളുണ്ട്. അത് പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ, അത് ലംഘിക്കപ്പെട്ടാൽ ആ ദേവസ്വം ബോർഡ് ഉടനെ പുറത്തു പോകണം എന്നുള്ളതാണ്. ഗുരുവായൂർ ഏകാദശി ദിവസം ആ ഉദയാസ്തമന പൂജ നടത്താൻ സാധിച്ചില്ല എങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് തുടരാൻ അർഹതയില്ല എന്നാണ് പറയാനുള്ളത്. ഈ വിഷയം കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇവർ പറയുന്ന ഒരു ന്യായമുണ്ട്. ഈ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തില്ല എന്ന് ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ അത്തരമൊരു തീരുമാനമെടുക്കാൻ തന്ത്രിയുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് തന്ത്രി കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്.
ഹിന്ദു ഐക്യവേദി രംഗത്തിറങ്ങിയത് പ്രക്ഷോഭവുമായി. നിങ്ങൾ തുലാമാസത്തിൽ ഏകാദശിക്കോ നിങ്ങൾ എല്ലാ മലയാള മാസത്തിലെ എല്ലാ ദിവസവും നിങ്ങൾ ഉദയാസ്തമയ പൂജ നടത്തിക്കൊള്ളൂ. പക്ഷേ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ മാത്രമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സ്വന്തം ചിലവിൽ ഉദയാസ്തമയ പൂജ നടത്തുന്നത്. മറ്റു ദിവസങ്ങളിൽ വർഷങ്ങൾ കാത്തിരിക്കുന്ന ഭക്തന്മാർ മുൻകൂട്ടി അടയ്ക്കുന്ന ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ വാങ്ങിവെച്ചിട്ടാണ് നടത്തുന്നത്. വഴിപാടല്ലാതെ തുലാമാസത്തിലെ ഉദയാസ്തമയ പൂജ നടത്തിയെങ്കിൽ അത് നടത്തി കഴിഞ്ഞുവെന്ന് ഹൈക്കോടതിയെ അറിയിച്ച് ഭക്തരെയും കോടതിയെയും വിശ്വാസ സമൂഹത്തെയും വഞ്ചിക്കാനുള്ള മുന്നോടിയാണ്. അതിനുള്ള ആദ്യപടിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ശശികല ടീച്ചർ പറഞ്ഞത്.